വയനാടിൻ്റെ പച്ചപ്പുകൾക്കും മലനിരകൾക്കുമിടയിൽ ഒരു ശബ്ദമുയർന്നു കേട്ടു. സ്വാതന്ത്ര്യം. ശബ്ദത്തിന് ഊർജവും ധൈര്യവുമേകിയ മഹാൻ കേരളവർമ്മ പഴശ്ശിരാജ. ബ്രിട്ടീഷുകാർ മലബാർ കീഴടക്കിയ സമയം. നികുതിഭാരം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടി. കർഷകർ കഷ്ടത്തിലായി. നാട്ടുരാജാക്കന്മാരെല്ലാം ബ്രിട്ടീഷുകാരെ ഭയന്നിരുന്ന സമയം. ഒരാൾ മാത്രം ഉറക്കെ വിളിച്ചു പറഞ്ഞു, എൻ്റെ ജനങ്ങൾ പീഡിതരാകുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കില്ല. കൊട്ടാരത്തിലെ സുഖജീവിതം ഉപേക്ഷിച്ച് അയാൾ കാടുകളിലേക്ക് നടന്നു. കാടുകൾ അദ്ദേഹത്തിൻ്റെ പരവതാനിയായി മാറി. ആയുധമോ ജനങ്ങളുടെ വിശ്വാസവും. വാളായത് സ്വാതന്ത്ര്യത്തിൻ്റെ തീ. സാധാരണ ജനങ്ങൾ പഴശ്ശിയുടെ സേനാധിപരായി മാറി. പെട്ടെന്നുള്ള ആക്രമണങ്ങളും രാത്രിയുദ്ധങ്ങളും. ബ്രിട്ടീഷുകാർ പൊറുതിമുട്ടി. ഒരു മഴയുള്ള രാത്രി ബ്രിട്ടീഷുകാരുടെ കാവൽപ്പട കാട്ടിലൂടെ കുതിച്ചുവരുന്നു. അവർക്ക് മുന്നിൽ പെട്ടെന്നൊരു ഇലയുടെ ശബ്ദം. അതിനു പിന്നാലെ ആകാശത്ത് മുഴുകുന്ന കരഘോഷം. നാടിനെ കാക്കുക. പഴശ്ശിയുടെ പട ചെറുത്തു നിന്നപ്പോൾ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി, ഇവൻ ഒരു രാജാവല്ല, ഒരു പ്രതിരോധത്തിൻ്റെ ചുഴലിയാണ്. ജനങ്ങളുടെ രാജാവ് കേരളവർമ്മ പഴശ്ശിരാജ.